ഹായ്, SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല ആളുകളും പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ വൈഫ് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി തീരെ ഹാപ്പി അല്ല. സോ ഞാൻ അവളെ ഹാപ്പി ആക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്ന് അറിയില്ല, ആളത്ര ഹാപ്പി അല്ല. സോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ചോദിക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകിയാവാം, പ്രണയിക്കുന്ന പെൺകുട്ടിയാവാം. അപ്പോൾ ഇവരെ ഹാപ്പി ആക്കാനായിട്ട്, പൊതുവെ വുമൻസിനെ ഹാപ്പി ആക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഒരു 5 വഴികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിസൺ ടു ദം. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ഈ കേൾക്കുക എന്ന് പറയുന്നതിന് വല്ലാത്തൊരു പവർ ഉണ്ട്, സ്പെഷ്യലി വുമൻസിന്റെ കാര്യത്തിൽ. അതായത് ഇവർക്ക് ചിലപ്പോൾ നിങ്ങളോട് പറയാനുണ്ടാവുക അവരുടെ വീട്ടിലത്തെ കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളായിരിക്കാം. അങ്ങനെ എന്ത് കാര്യമാണ് എന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സമാധാനമാവും എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു പ്രോബ്ലം ആയിരിക്കാം. ഈ ഒരു പ്രോബ്ലം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ആവാം, സോൾവ് ആവാതിരിക്കാം. അത് സോൾവ് ആവോ ഇല്ലേ എന്നുള്ളത് അവിടെ ഒരു പ്രശ്നമായിരിക്കില്ല. പക്ഷെ അവർക്കത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം പകുതിയോളം അവരുടെ മനസ്സിൽ നിന്ന് പോകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന്റെ ടെൻഷൻ മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക എന്നുള്ളതാണ്. കേട്ടിരിക്കാൻ അത്ര വലിയ ക്യാഷ് മുടക്കുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് നേരം ഒന്ന് അവരുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളതൊക്കെ അവർ പറഞ്ഞോളും. ഇനിയിപ്പോൾ ഫോൺ വിളിച്ചിട്ടാണ് എന്നുണ്ടെങ്കിലും അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുക. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞാൻ തിരക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാതിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് തിരക്കുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ വിളിച്ച് സംസാരിക്കാം. അപ്പോൾ ഫ്രീ ആയ ടൈമിലാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനായിട്ടും ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിസൺ ടു ദം, അതായത് അവർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം ആണ്. നിങ്ങളുടെ ക്വാളിറ്റി ടൈം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്കൊക്കെ ഒരു നല്ലൊരു ബെസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റാണ് ഈ ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുടക്കില്ലാത്തൊരു സാധനമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അത് നിങ്ങൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാം, നിങ്ങളും അവരും മാത്രമായിട്ടുള്ള ആ ഒരു ടൈം. ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഒന്നില്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നിങ്ങൾക്ക് കുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം, ജസ്റ്റ് ഒരു വാക്കിങ്ങിന് പോവാം. ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല നിങ്ങൾ ഒരുപാട് തിരക്കുള്ളൊരു പേഴ്സൺ ആണ്, എന്നിട്ട് കൂടി ഇത്തരത്തിൽ അവർക്ക് നിങ്ങളുടെ ഈ ഒരു ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് എത്രത്തോളം അവരെ ഇഷ്ടമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. അറ്റ് ദ സെയിം ടൈം അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരുപാട് കൂടും എന്നുള്ളതാണ്. സോ ഇവരെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും, ഒരുപാട് അവർക്ക് എന്തൊക്കെ വേണം അതൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ടൈം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരിക്കലും അവർക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. പൊതുവേ സ്ത്രീകളുടെ സ്വഭാവമാണത്. അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഒരു സമയമാണ്, അതായത് നിങ്ങൾ അടുത്തിരിക്കുക എന്ന് പറയുന്ന ആ ഒരു സംഭവം. അത് ഇല്ലാതെ മറ്റെന്ത് കൊടുത്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് ദൂരമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് കോൾസും മെസ്സേജസും കാര്യങ്ങളൊക്കെയാണ്. സോ ആ രീതിയിലെങ്കിലും നിങ്ങളുടെ പ്രസൻസ് അവരെ അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിലും നിങ്ങളുടെ ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് മറക്കണ്ട, നിങ്ങളുടെ ക്വാളിറ്റി ടൈം. ഇനി നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ദം, അതായത് അവരെ ചെറിയ രീതിയിൽ ഒന്ന് അഭിനന്ദിക്കുക എന്നുള്ളതാണ്. പൊതുവേ സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് ബിസി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള ഒരു ലൈഫ് തന്നെയാണ്. അതായത് അവരുടെ വീട്, ഓഫീസ്, കുട്ടികൾ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാനുണ്ടാവും എന്നുള്ളത്. ആഫ്റ്റർ മാരേജിലുള്ള സ്ത്രീകൾക്കാണ് അങ്ങനെ ഉണ്ടാവുക. ബിഫോർ മാരേജ് അത്ര വലിയ തിരക്കൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിലും സ്ത്രീകൾക്ക് പൊതുവെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇതിന്റെ ഇടയിലും അവർ ചെയ്യാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളുണ്ടാവാം. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ അവർ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുതിയ കുക്കിംഗ് സ്റ്റൈൽസ് ഒക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, അതല്ലെങ്കിൽ പുതിയ ഡിഷുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അതേപോലെ ചിലപ്പോൾ അവർ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഒന്ന് പുതിയ രീതിയിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നോക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ ഹെയർ സ്റ്റൈൽ, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും അവർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സംഭവം, കുക്കിങ്ങിലൊക്കെ പുതിയ പുതിയ ഡിഷുകൾ അവർ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെയിം ടൈം അവരുടെ ഡ്രസ്സിങ്ങും അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലോ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും നല്ലതാണെങ്കിൽ ചെറിയ രീതിയിലൊന്നും അഭിനന്ദിക്കുക. ഇതൊക്കെ സ്ത്രീകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്.
പൊതുവെ സ്ത്രീകൾ കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുകയാണെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ തന്നെ കാണാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അവരെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. ഇവരിതിൽ ചെയ്യുന്ന പല മാറ്റങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതായത് പുതിയ ഡിഷുകൾ കുക്ക് ചെയ്യുന്നുണ്ടാവുക നിങ്ങളിൽ നിന്ന് ഒരു നല്ല വാക്ക് കേൾക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും, നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും പറയണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതേപോലെ തന്നെ പുതിയ ഡ്രസ്സിംഗ് സ്റ്റൈൽ കൊണ്ടുവരുന്നതും ഹെയർ സ്റ്റൈൽ കൊണ്ടുവരുന്നതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്ന് ചെറിയൊരു നല്ല സന്തോഷമുള്ള എന്തെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഭംഗിയുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനാണ്. ഇതായിരിക്കും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിൽ അഭിനന്ദിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സോ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ ഒന്ന് അഭിനന്ദിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്സ്, അതായത് അവരെ അവരുടെ ജോലിയിലൊക്കെ ചെറുതായിട്ടൊന്ന് സഹായിക്കാം. ഇപ്പൊ അടുക്കള പണിയാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാം, ചെറുതായിട്ട് അവർ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയാൽ മതി. ചെറുതായിട്ട് എന്ന് പറയുമ്പോൾ അവരിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുക. ചിലപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കാനായിരിക്കും, അതല്ലെങ്കിൽ തേങ്ങ ചിരവി കൊടുക്കാനായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ്. സോ അവരോട് ചോദിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം എന്ന് കരുതി മുഴുവനും നിങ്ങൾ അടുക്കളയിൽ പണിയെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പണിയെടുക്കുന്നത് പ്രശ്നമല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, വീട്ടിലുള്ള ആളുകളാകുമ്പോൾ ഭാര്യയായാലും ഭർത്താവായാലും രണ്ടുപേർക്കും അടുക്കള പണികൾ പകുതി ചെയ്യാം. അത് തെറ്റുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അവരെ കുക്കിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ജോലിയിൽ സഹായിക്കാം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ അവരെ ഒന്ന് സഹായിച്ചിട്ട് അവരുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല രീതിയിൽ തിളങ്ങുന്നതായിട്ട് കാണാം. അതായത് സന്തോഷം കൊണ്ട് ഗ്ലോ ചെയ്യുന്നതായിട്ട് കാണാം എന്നുള്ളതാണ്. പൊതുവെ എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്. ഇപ്പോൾ ആഫ്റ്റർ മാരേജിലാണെന്നുണ്ടെങ്കിൽ അവർ കൂടെ അവരുടെ ഭർത്താവ് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവർക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യുന്നതൊക്കെ. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഗ്ലോ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്തുള്ള തിളക്കം കൂടുക എന്നുള്ളതല്ല അവിടെ മീൻ ചെയ്യുന്നത്. അതിന്റെ മീനിങ് മനസ്സിലാക്കുക, സന്തോഷം കൊണ്ട് തിളങ്ങുന്നതായിട്ട് കാണാൻ കഴിയുന്നുള്ളതാണ്. സോ ഇത്തരത്തിലൊരു തിളക്കം അവരിൽ വരുത്താൻ നിങ്ങൾക്ക് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഉറപ്പിക്കാം നിങ്ങളുടെ ജീവിതം മുഴുവൻ പിന്നെ പ്രകാശമായിരിക്കും എന്നുള്ളതാണ്. അത്രയും മനോഹരമായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ സ്ത്രീക്ക് കഴിയും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ചെറുതായിട്ടൊന്ന് അവരുടെ ജോലിയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ടച്ച് ആണ്. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂഡ് സ്വിങ്സ് വളരെയധികം കൂടുതലുള്ള ആളുകളാണ്. അത് എപ്പോഴാണ് അവർക്ക് ഏത് രീതിയിലാണ് മൂഡ് സ്വിങ്സ് വരുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല. ദേഷ്യമാണോ അല്ലെങ്കിൽ സങ്കടമാണോ ഇത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. പെട്ടെന്നായിരിക്കും സ്വിച്ചിട്ട പോലെയാണ് അവർക്ക് ആ മൂഡ് സ്വിങ്സ് വന്നുകൊണ്ടിരിക്കുക, മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക അവർ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷനടുത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്, സ്നേഹിക്കുന്ന ആളാണ് കൂടെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നുണ്ടാവുക. സോ ഈ ഒരു ടൈമിൽ അവർക്ക് വേണ്ടത് നിങ്ങളുടെ പ്രസൻസ് തന്നെയാണ്. പ്രസൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് അടുത്തിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ കൈ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം, അവരെ ചേർത്ത് പിടിക്കാം, ഹഗ് ചെയ്യാം, കിസ് ചെയ്യാം, ഇങ്ങനെ ഏത് രീതിയിലും ആയിരിക്കാം. ഈ ഒരു ഫിസിക്കൽ ടച്ചിന് വളരെയധികം പവർ ഉണ്ട് എന്നുള്ളതാണ്. അവരിലുള്ള സ്ട്രെസ്സും അല്ലെങ്കിൽ അവരിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു മെഡിസിൻ ആണ് ഈ ഒരു ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത്. അതും അവർ സ്നേഹിക്കുന്ന പുരുഷന്റെ. ഇത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. സോ ഇങ്ങനെ നിങ്ങൾക്കൊന്ന് അവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ്. മീൻസ് ഫിസിക്കൽ ടച്ചിലൂടെ ഒന്ന് ജസ്റ്റ് ചേർത്ത് പിടിച്ചുകൊണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ ദൂരെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾക്ക് കോളിലും മെസ്സേജിലും അറിയിക്കാവുന്നതേ ഉള്ളൂ. സോ ഈ രീതിയിൽ അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഈ പറഞ്ഞ പോലെ അടുത്തിരിക്കാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ചെയ്തു നോക്കുക. ഞാൻ വീണ്ടും പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്, ഇതൊന്നും ചെയ്തുകൊണ്ട് എൻ്റെ ഭാര്യ ഹാപ്പി ആവില്ല അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഹാപ്പി ആവില്ല എന്നൊക്കെ വെറും തോന്നലുകളാണ്. നമുക്ക് പലർക്കും ഇപ്പോഴും സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം എന്നുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സ്ത്രീകൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അവരോടൊന്ന് ചെയ്താൽ മാത്രം മതി, ഉറപ്പായിട്ടും അവർ ഹാപ്പി ആകുന്നുള്ളതാണ്. അതേപോലെ അവർ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ഹാപ്പി ആകുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങളെ ഹാപ്പി ആക്കാൻ അവർക്ക് കഴിയും എന്നുള്ളതാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ചെറിയ രീതിയിലൊരു സന്തോഷം അവർക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് സ്നേഹവും സന്തോഷവും കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്കോ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മീൻസ് ഈ പറയുന്ന രീതിയിൽ അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്